മലയോര ഹൈവേയുടെ നിർമ്മാണം താളം തെറ്റുന്നു. പല ഭാഗത്തും കലുങ്കുകൾ നിർമ്മിക്കാൻ റോഡ് കുഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പണികൾ പൂർത്തിയാക്കുന്നത് വൈകുകയാണ്. അതിനിടയിൽ 15 ദിവസം അടച്ചിട്ട റോഡ് വീണ്ടും ഒരാഴ്ചത്തേക്ക് കൂടി അടച്ചത് യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുകയാണ്. ആലടി ഭാഗത്ത് പാറ ഖനനം നടത്തി വീതി കൂട്ടുന്ന ജോലികളുടെ പേരിലാണ് ഗതാഗതം ഒരാഴ്ചത്തേക്ക് കൂടി പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. യഥാസമയം പണികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് നിരോധനം നീട്ടാൻ കാരണമെന്ന ആക്ഷേപമുണ്ട്. ഗതാഗതം നിരോധിച്ചിരിക്കുന്ന മേഖലകളിൽ പണികൾ വളരെ സാവകാശത്തിലാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഗതാഗതം നിരോധിച്ചിരിക്കുന്നതിനാൽ കുട്ടിക്കാനം വഴി എത്തുന്ന വാഹനങ്ങൾ ആലടിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മേലുകുളത്തേക്കാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. വീതി കുറഞ്ഞതും കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്നതുമായ റോഡാണിത്. വീതി കുറഞ്ഞതും അപകടാവസ്ഥയിലായ പാലം ഉൾപ്പെടെ ഈ റോഡിലുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ പോലും നടപടിയില്ലെന്നാണ് ആക്ഷേപം ശരിവെക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് രോഗികളെ ഈ റോഡിലൂടെ വേണം കൊണ്ടുപോകാൻ. ഇടുങ്ങിയ റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതിനാൽ രോഗികളുടെ ജീവൻ പോലും പൊലിയുന്ന അവസ്ഥയിലാണ്. ഇതിൻ്റെ പണി ആദ്യ കാലങ്ങളിൽ നടന്ന ഒരു സ്പീഡ് ഇപ്പോൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇതുമൂലം ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് കട്ടപ്പന വഴി ചപ്പാത്ത് വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുള്ളതും അതുകൊണ്ട് ഈ മേഖല വഴി വരുന്ന വാഹനങ്ങൾ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലുമുള്ള യാത്രകൾ ബുദ്ധിമുട്ടുന്നു. പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നാട്ടിൻപുറത്തുള്ള വിവിധ വലിയ ഹോസ്പിറ്റലിലേക്ക് ആധുനിക രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടി ജനങ്ങൾ പോകുന്ന ആംബുലൻസ് പോലും സമയത്ത് ഓടി എത്തുവാനായിട്ട് സാധിക്കാതെ ജീവഹാനി വരുന്ന ഒരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. മുൻപ് ഹൈവേയുടെ പണി വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. ചപ്പാത്ത് കട്ടപ്പന പണി ആരംഭിച്ചപ്പോൾ മുതലാണ് പണിക്ക് താളം തല്ലൽ ഉണ്ടായിരിക്കുന്നത്. ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന ആരോപണം നിർമ്മാണ ആദ്യഘട്ടം മുതലേയുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും ആരോപണം ശക്തമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.